നമ്മുടെ സ്വന്തം ശ്രീനിവാസൻ നമ്മെ വിട്ടുപിരിയുമ്പോൾ അദ്ദേഹം ബാക്കിയാക്കുന്ന സന്ദേശം എന്താണ്? നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിശോധിക്കാം. 200-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള 50ഓളം ചിത്രങ്ങൾക്ക് തിരക്കഥയൊരുക്കിയിട്ടുള്ള 2 ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ള അതുല്യ കലാപ്രതിഭയായിരുന്നു ശ്രീനിവാസൻ. താൻ ഒരുക്കിയ ഓരോ സിനിമയിലും തൻ്റെ പരിമിതികൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ശ്രീനിവാസൻ തൻ്റെ കഥാപാത്രങ്ങൾ എഴുതിയിട്ടുള്ളതും അഭിനയിച്ചിട്ടുള്ളതും. എല്ലായ്പ്പോഴും നമ്മളിൽ ഏറെ ചിരി പടർത്തിയ നെഗറ്റീവ് ഷെയ്ഡ് പോലുമുള്ള വകതിരിവ് വട്ടപൂജ്യം എന്നുപോലും നമ്മെക്കൊണ്ട് പറയിപ്പിച്ച കഥാപാത്രങ്ങളായിരുന്നു അവയിൽ ഏറെയും. തൻ്റെ സിനിമകളിലെ മികച്ച വേഷങ്ങൾ താൻ തന്നെ അഭിനയിക്കുമെന്ന് വേണമെങ്കിൽ ശ്രീനിവാസന് ശാഠ്യം പിടിക്കാമായിരുന്നു. പക്ഷേ ആത്യന്തികമായി സിനിമയുടെ വിജയവും കലാപരമായ മൂല്യവും മാത്രമായിരുന്നു ശ്രീനിവാസൻ എല്ലാ കാലവും ഉയർത്തിപ്പിടിച്ചത്. സംവിധായകരും നിർമ്മാതാക്കളും കഥാകൃത്തുമൊക്കെ വേണ്ടിടത്തും വേണ്ടാത്തിടത്തുമൊക്കെ അഭിനയിച്ചു തകർക്കുന്ന ഇന്നത്തെ മലയാള സിനിമയിൽ ഇക്കാര്യത്തിൽ ശ്രീനിവാസൻ വലിയൊരു മാതൃക തന്നെയായിരുന്നു. താരാരാധന ഏറെയുള്ള നമ്മുടെ നാട്ടിൽ എല്ലാ കാലത്തും വലിയ താരപ്പകിട്ടൊന്നുമില്ലാതെ നമ്മളിൽ ഒരുവനായി സാധാരണ മനുഷ്യനായാണ് ശ്രീനിവാസനെ എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. 1-2 സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളവർ പോലും വലിയ താരപ്പകിട്ടോടെ വന്നിറങ്ങുന്ന നമ്മുടെ നാട്ടിൽ ശ്രീനിവാസൻ എന്നും വേറിട്ട് നിൽക്കുന്നു. കുടുംബാധിപത്യം കൊടികുത്തി വാഴുന്ന മലയാള സിനിമയിൽ സ്വന്തം മക്കളെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ട ഒന്നും തന്നെ ശ്രീനിവാസൻ ചെയ്തിട്ടില്ല. ഒട്ടുമേ കഴിവില്ലാതിരുന്നിട്ടും സ്വന്തം മക്കളെ താരപുത്രനും പുത്രിയും എന്ന ലേബലിൽ സിനിമകളിൽ കെട്ടിയിറക്കി പ്രേക്ഷകർക്ക് മുകളിൽ അടിച്ചേൽപ്പിക്കുന്ന താരങ്ങൾക്കും ശ്രീനിവാസൻ വലിയൊരു മാതൃകയാണ്. വിനീതും ധ്യാനുമൊക്കെ മലയാള സിനിമയിൽ എന്തെങ്കിലും സ്ഥാനം നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ സ്വപ്രയത്നവും അതോടൊപ്പം കഴിവും ഒന്നുകൊണ്ട് മാത്രമാണ്. താനേറെ സ്നേഹിച്ചിരുന്ന വിശ്വസിച്ചിരുന്ന പാർട്ടിയെയും ഉറ്റ സുഹൃത്തായ മോഹൻലാലിനെ പോലും പല സന്ദർഭങ്ങളിലും കടുത്ത ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട് ശ്രീനിവാസൻ. ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും അതിനെതിരെ ഒരക്ഷരം പോലും ഉരിയാടാതെ മൗനം പാലിക്കുന്ന നമുക്കൊക്കെ വലിയൊരു മാതൃകയാണ് ശ്രീനിവാസൻ. ഇനി സിനിമകളിലേക്ക് വരുമ്പോൾ വമ്പൻ കഥയും തിരക്കഥയും വൻ താരനിരയും ഏറെ പണവുമൊക്കെ ചെലവഴിച്ചാലേ മികച്ച സിനിമകൾ നിർമ്മിക്കുവാൻ കഴിയൂ എന്ന മിഥ്യാധാരണയെ പൊളിച്ചടുക്കിയ വ്യക്തി കൂടിയായിരുന്നു ശ്രീനിവാസൻ. ആദ്യമായി തിരക്കഥ എഴുതിയ ഓടരുതമ്മാവ ആളറിയാം എന്ന സിനിമ മുതൽ 2018 അവസാനമായി എഴുതിയ ഞാൻ പ്രകാശൻ എന്നുള്ള സിനിമ വരെ ഇതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. തൻ്റെ സിനിമയിലെ ഏതെങ്കിലുമൊക്കെ കഥാപാത്രങ്ങൾ താൻ തന്നെയല്ലയോ എന്ന് പ്രേക്ഷകനെ കൊണ്ട് ചിന്തിപ്പിക്കുന്നിടത്തായിരുന്നു ശ്രീനിവാസന്റെ വിജയരഹസ്യം. ദാസനെയും വിജയനെയും പോലെ, തലയണ മന്ത്രത്തിലെ ഹതാശനായ ഭർത്താവിനെപ്പോലെ, എം.എ. ധവാനെപ്പോലെ, കാരക്കൂട്ടിൽ ദാസനെപ്പോലെ, അപ്പക്കാളയെപ്പോലെ, ബാർബർ ബാലനെപ്പോലെ മലയാള സിനിമയ്ക്കും പ്രേക്ഷകർക്കും ഒരിക്കലും മറക്കുവാനാവാത്ത എത്രയെത്ര കഥാപാത്രങ്ങൾ. ഏതെങ്കിലുമൊക്കെ ലഹരിക്ക് അടിപ്പെട്ടവർക്കും ശ്രീനിവാസൻ നൽകുന്നുണ്ട് വലിയൊരു ജീവിത സന്ദേശം. സ്വന്തം ജീവിതത്തിൽ കടുത്ത പുകവലിശീലത്തിന് അടിപ്പെട്ടിരുന്നു ശ്രീനിവാസൻ. തൻ്റെ പുകവലിശീലത്തെക്കുറിച്ച് ശ്രീനിവാസൻ പറയുന്നത് ഇങ്ങനെയാണ്: ഇത്രയും സിഗരറ്റ് വലിക്കേണ്ടിയിരുന്നില്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം പുകവലിയാണ് എൻ്റെ ആരോഗ്യം തകർത്തത്. ഈ അവസ്ഥയിലും ഒരു സിഗരറ്റ് കിട്ടിയാൽ ഞാൻ വലിക്കും. അത്രയ്ക്ക് അഡിക്ഷനുണ്ട്. എനിക്ക് മറ്റുള്ളവരോട് ഒരു ഉപദേശമേ ഉള്ളൂ: കഴിയുമെങ്കിൽ പുകവലിക്കാതെ ഇരിക്കുക. ലഹരി ഉപയോഗിക്കുന്നവർക്ക് ഇതിലും വലിയൊരു ജീവിത സന്ദേശം വേറെ എന്താണ് ലഭിക്കാനുള്ളത്? ഇനി തനിക്ക് ലഭിച്ച അവാർഡുകളിലും അംഗീകാരങ്ങളിലും കൂടി വലിയൊരു സന്ദേശം നൽകുന്നുണ്ട് ശ്രീനിവാസൻ. ശ്രീനിവാസന്റെ വിയോഗത്തെ തുടർന്ന് നടൻ ജഗദീഷ് പറയുകയുണ്ടായി, മലയാള സിനിമ ശ്രീനിവാസന് വേണ്ട അംഗീകാരങ്ങൾ നൽകിയില്ല എന്ന്. ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ, ഒരു ദേശീയ പുരസ്കാരവും 7 തവണ സംസ്ഥാന സർക്കാർ പുരസ്കാരവും നേടിയിട്ടുണ്ട് ശ്രീനിവാസൻ. ഇതിനുമൊക്കെ അപ്പുറം മലയാള സിനിമയും നമ്മൾ മലയാളികളും ഉള്ളിടത്തോളം കാലം മറക്കുവാൻ കഴിയുമോ ശ്രീനിവാസനെ? ഇതുതന്നെയല്ലേ അദ്ദേഹം നേടിയെടുത്ത ഏറ്റവും വലിയ അംഗീകാരവും? അവാർഡിനും അംഗീകാരത്തിനും വേണ്ടി കടിപിടി കൂടുന്ന, തൻ്റെ പണവും സ്വാധീനമൊക്കെ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഇന്നത്തെ തലമുറയ്ക്ക് വലിയൊരു മാതൃക തന്നെയായിരുന്നു ശ്രീനിവാസൻ. ഒരിക്കൽ പോലും തനിക്ക് വേണ്ടുന്ന അംഗീകാരങ്ങൾ ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ശ്രീനിവാസൻ പരിതപിക്കുന്നത് കേട്ടിട്ടേയില്ല. ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും വലിയ സന്ദേശം നൽകിക്കൊണ്ട് തന്നെയാണ് ശ്രീനിവാസൻ വിട പറയുന്നത്.